എല്ലാവർക്കും ഹാൻഡ് ഓൺ വിൽസിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് എൻ്റെ ഒരു നിസാൻ പെട്രോളിൻ്റെ വിശേഷമാണ്. പക്ഷേ നമ്മൾ സാധാരണ ഒരു നിസാൻ പെട്രോളിൻ്റെ വിശേഷമല്ല. നിസാൻ പെട്രോൾ നിസ്മോ ഏറ്റവും പവർഫുള്ളായിട്ടുള്ളൊരു നിസാൻ പെട്രോളിൽ തന്നെ അത്യാവശ്യം പെർഫോമൻസ് ബേസിൽ ഇറക്കിയേക്കുന്ന ഒരു വാഹനമാണ് ഈ നിസാൻ പെട്രോൾ നിസ്മോ എന്ന് പറയുന്നത്. നമ്മളപ്പം എന്തെങ്കിലും ഈ നിസ്മോയുടെ വിശേഷങ്ങളായിരിക്കും ഇന്നത്തെ വ്ളോഗിൽ നമ്മൾ പറയാം. നിസ്മോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസാൻ മോട്ടോർ സ്പോർട്ട്. അതായത് ഇത് വേറൊരു കമ്പനി ട്യൂൺ ചെയ്യുന്ന കാര്യങ്ങളൊന്നുമല്ല, നിസാൻ്റെ തന്നെ കരങ്ങളിലൂടെ വരുന്നൊരു വാഹനം തന്നെയാണ് നിസ്മോ എന്നറിയപ്പെടുന്നത്. അല്ലാതെ ഈ വാഹനം മറ്റൊരു കമ്പനി ഇതിനെ ട്യൂൺ ചെയ്തിറക്കുന്നു അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല. നിസാൻ മോട്ടോർ സ്പോർട്ട് എന്നൊരു കമ്പനി തന്നെയാണ് ഈ നിസ്മോ എന്ന് പറയുന്ന നിസാൻ്റെ ഈ ഒരു വാഹനവും നമ്മൾ ഇറക്കുന്നത്. ഈ ഒരു വാഹനം മാത്രമല്ല, നിസാൻ പെട്രോൾ മാത്രമല്ല നിസ്മോ വരുന്നത്. നമ്മുടെ ഗോഡ്സില്ല എന്നറിയപ്പെടുന്ന എല്ലാവരും ഫേവറേറ്റ് ആയിട്ട് വരുന്നത് നിസാൻ GT-R, അതും ഈ ഒരു നിസ്മോ എന്ന് പറഞ്ഞ ഇതിൽ നിന്നും ട്യൂൺ ചെയ്തിറങ്ങുന്നതാണ്. ഈ ഗോഡ്സില്ല എന്ന് പറഞ്ഞ ആ ഒരു നിസാൻ്റെ GT-R ഉണ്ടല്ലോ, അതിന് ഈ നിസ്മോ എന്ന് പറഞ്ഞ ഈ എൻജിൻ വന്നേക്കുന്നുണ്ട്. ഈ എൻജിൻ നിർമ്മിച്ച ആളുകളെ കാണാനായിട്ട് അതിൻ്റെ പ്രൗഡ് ഓണേഴ്സ് പോയിട്ടുണ്ട് എന്ന് വരെ കഥയുണ്ട്. അപ്പം അത്രയ്ക്ക് സ്പെഷ്യാലിറ്റീസാണ് ഈ ഒരു വാഹനത്തിനുള്ളത്. അപ്പം നമുക്ക് ഇച്ചിരി കൂടെ ഡീപ്പായിട്ട് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ പറഞ്ഞല്ലോ, ഇത് നിസാൻ്റെ തന്നെ അണ്ടറിലുള്ളൊരു കമ്പനിയാണെന്ന്. അതുകൊണ്ട് തന്നെ ഇവരെ ട്യൂൺ ചെയ്യുന്നതും കാര്യങ്ങളും എല്ലാം നിസാൻ്റെ വാഹനങ്ങൾ തന്നെയാണ്. ഈ നിസാൻ്റെ ചില സെലക്റ്റഡ് ആയിട്ടുള്ള വാഹനങ്ങൾ, അതായത് നമ്മുടെ നിസാൻ GT-R, നിസാൻ പെട്രോൾ, ഇങ്ങനെയുള്ള കുറേ സെലക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് വാഹനങ്ങൾ മാത്രം അവരെടുത്ത് അതിൻ്റെ പെർഫോമൻസ്, അതിൻ്റെ ലക്ഷറി എലമെൻറ്റ്സ് എല്ലാം വർദ്ധിപ്പിച്ച് ഇറക്കുന്നൊരു കമ്പനിയാണ് നിസ്മോ എന്ന് പറയുന്നത്. 1984 ഈ കമ്പനി സ്ഥാപനമായത്. അതായത് ഇത് ഒരു കമ്പനി ആയിരുന്നില്ല, ഇത് 2 കമ്പനികൾ കൂടിച്ചേർന്നൊരു കമ്പനിയാണ്. അതായത് ഒപ്പാമ വർക്ക്സും ഒമേരി വർക്ക്സും, അതായത് ഈ 2 കമ്പനികളും വണ്ടിയുടെ പെർഫോമൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങളും ഇതായിട്ടിരുന്നൊരു കമ്പനിയാണ്. ഈ 2 കമ്പനികളും കൂടെ മെർജ് ചെയ്താണ് നിസ്മോ എന്ന് പറഞ്ഞ ഈ ഒരു കമ്പനി രൂപം കൊണ്ടത്. ഇവരെ മെയിനായിട്ട് എന്നായിരുന്നു മോട്ടോർ സ്പോർട്സ്, അതായത് സ്പോർട്സ് കാറും മോട്ടോർ സ്പോർട്സിൻ്റെ ആ ഒരു സെറ്റപ്പിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ കമ്പനി ചെയ്തു വരുന്നത്. ഒരു സ്റ്റാൻഡേർഡ് Y62 നിന്ന് ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഈ ഒരു പരുവത്തിലേക്ക് നിസ്മോ ഈ ഒരു വാഹനത്തെ കൊണ്ടെത്തിച്ച്. ഇതിനകത്ത് അവർ ഒരുപാട് എലമെൻറ്റ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് അത് ഇൻറ്റീരിയറിലാണെങ്കിലും എൻജിൻ വൈസ് നോക്കുവാണെങ്കിലും സസ്പെൻഷൻ്റെ കാര്യത്തിലാണെങ്കിലും ടയറിൻ്റെ കാര്യത്തിലാണെങ്കിലും ഓവറോൾ ഒരുപാട് വ്യത്യാസങ്ങളാണ് ഒരു സ്റ്റാൻഡേർഡ് Y62 നിന്ന് ഈ ഒരു നിസ്മോയിലേക്ക് വരുമ്പോൾ വരുന്നത്. അപ്പോൾ നമുക്കൊരു വാക്ക് അറൗണ്ട് ഒക്കെ നടത്തി നമുക്ക് ഇതിൻ്റെ ഒരു എന്തൊക്കെയാണ് പുറത്തുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. എന്നിട്ട് നമുക്കിത് ഇതിൻ്റെ ഈ ഉള്ളിലെ ലക്ഷറിയെക്കുറിച്ച് നമുക്ക് നോക്കാം. ഒരു സ്റ്റാൻഡേർഡ് നിസാൻ പെട്രോളിൽ നിന്ന് ഒരുപാട് വ്യത്യാസമാണ് ഈ ഒരു ഇതിൻ്റെ ബോഡി ഷേപ്പിലൊക്കെ വന്നിരിക്കുന്നത്. ബോഡി ഷേപ്പിൽ വലിയ വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിലും അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ അവർ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അത് മെയിനായിട്ട് അതിൻ്റെ ഗ്രില്ല് കാര്യങ്ങളൊന്നും നോക്കിയാൽ അറിയാം. അത്യാവശ്യം ഒരു ബ്ലാക്ക് ഫിനിഷാണ് ഗ്രില്ല് കാര്യങ്ങളുടെ എല്ലാം കൊടുത്തിരിക്കുന്നത്. അത് മാത്രമല്ല, ഒറ്റ നോട്ടത്തിൽ ഇത് നിസ്മോ ആണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഗ്രില്ലിൽ തന്നെ ആ നിസ്മോ എന്ന് പറഞ്ഞ ഒരു ബാഡ്ജിങ് കാര്യങ്ങൾ കൊടുത്തിരിക്കും. ബാക്കി ഇതേണ്ട നമ്മുടെ സാധാരണ സ്റ്റാൻഡേർഡ് വന്നിരുന്ന പോലത്തെ ഒരു ലോഗോ, അതിൻ്റെ താഴെയുള്ള ക്യാമറ കാര്യങ്ങൾ. പിന്നീട് ഇതേണ്ട സ്റ്റാൻഡേർഡ് ഇല്ലാത്തൊരു ബ്ലാക്ക് ഫിനിഷ് ഇതിൻ്റെ പുറത്തെല്ലാം വരുന്നുണ്ട്. മാത്രമല്ല ഒരു റെഡ് കളർ ലിപ്പ്, അത് ഇതിന് ചുറ്റും, അതായത് ചുറ്റും ഒരു കിറ്റ് പോലെ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഏറ്റവും ഒറ്റ നോട്ടത്തിൽ നിസ്മോ സാധാരണ ഒരു നോർമൽ പാട്രോളിൽ നിന്ന്, സ്റ്റാൻഡേർഡ് പാട്രോളിൽ നിന്ന് നിസ്മോയെ വ്യത്യസ്തമാക്കുന്ന ഒരു ഫ്രണ്ടിൽ നിന്ന് കാണുമ്പോൾ ഒരു എലമെൻറ്റ്. ആ ഒരു റെഡ് ലൈന് നമ്മുടെ ഈ ഒരു ലിപ്പിൽ താഴെ കൂടെ മാത്രമല്ല, അത് ഇതേ നമ്മുടെ ഫെൻഡേഴ്സിനകത്തുള്ള എയർ ഇൻടേക്കിനകത്തും വന്നിട്ടുണ്ട്. പിന്നെ ഇതേ നമ്മുടെ മിററിനകത്തുള്ള അവിടെയും ആ ഒരു റെഡ് ലൈൻ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഒരു റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനാണ് ഇതിനകത്ത് മെയിനായിട്ട് അവർ ഫോളോ ചെയ്തിരിക്കുന്നത് നമുക്കറിയാം. അതിപ്പോൾ ഇൻറ്റീരിയറിൽ ചെന്ന് കഴിഞ്ഞാലും അറിയാം. മാത്രമല്ല നമ്മുടെ സ്റ്റാൻഡേർഡ് നിസാൻ പെട്രോളിൽ വന്നിരിക്കുന്ന പോലത്തെ ക്രോമിയം ഫിനിഷ് എല്ലായിടത്തും വന്നിട്ടുണ്ട്. പക്ഷേ അതൊരു ഡാർക്ക് ക്രോമിയം ആയിട്ട് അവർ മാറ്റിയിരിക്കുന്നത്. അതായത് ഒരു സ്പോർട്സ് ലുക്കൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അവർ ആ ഒരു സ്റ്റാൻഡേർഡിൻ്റെ ആ ഒരു തിളക്കമൊക്കെ മാറ്റി ഇച്ചിരി ഡാർക്ക് ക്രോമിയം ആയിട്ടാണ് ഈ ക്രോമിയത്തിൻ്റെ എലമെൻറ്റ്സ് എല്ലാം കൊടുത്തേക്കുന്നത്. അത് ഈ ചുറ്റും വണ്ടിയിൽ എവിടെയൊക്കെ കൊടുത്തിട്ടുണ്ടോ അതെല്ലാം ഒരു ഡാർക്ക് എലമെൻറ്റിലാണ്
ഡാർക്ക് ക്രോമിയം ആയിട്ടാണ് അവർ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഹെഡ്ലൈറ്റ് കാര്യങ്ങളിലൊന്നും കാര്യമായ വ്യത്യാസമോ കാര്യങ്ങളൊന്നുമില്ല. അതൊക്കെ സ്റ്റാൻഡേർഡ് നിസാൻ പെട്രോൾ വന്നിരിക്കുന്ന പോലെ തന്നെയാണ് വന്നിരിക്കുന്നത്. പിന്നെ ഉള്ള ഒരു വ്യത്യാസം നമ്മുടെ ഇവിടെയുള്ള ആ ഒരു ഇത് കണ്ടോ, ബമ്പറിനകത്ത് വന്നിരിക്കുന്ന ആ ഒരു എയറോഡൈനാമിക്, അതായത് എയറോഡൈനാമിക് ഡിസൈനിന് വേണ്ടിയിട്ട് അവർ കൊടുത്തേക്കുന്ന കുറേ എലമെൻറ്റ്സ് ഉണ്ട്. അത് ഈ ഫ്രണ്ടിൽ മാത്രമല്ല ഓവറോൾ ബോഡിയിൽ നമുക്ക് അതിൻ്റെ ഇതൊക്കെ കാണാൻ പറ്റും. സ്റ്റാൻഡേർഡ് പെട്രോളിൽ നിന്ന് അതിൻ്റെ സ്പോയിലർ വരുമ്പോഴാണെങ്കിലും അതെല്ലാം ഇതിൻ്റെ എയറോഡൈനാമിക് ഡിസൈനിന് വേണ്ടിയിട്ട് നിസ്മോയിലെ എൻജിനീയേഴ്സ് ഒരുക്കിയിരിക്കുന്ന സൗകര്യങ്ങളാണ്. ഈ ഡ്യുവൽ ടോണിൽ വരുന്ന 22 ഇഞ്ച് അലോയാണ് നിസാൻ പെട്രോൾ നിസ്മോയ്ക്കകത്ത് കമ്പനി കൊടുത്തത്. അതുമാത്രമല്ല ആ ഒരു അലോയിൽ അത് നിസ്മോയുടെ ആ ഒരു ബാഡ്ജിങ്ങും കാര്യങ്ങളൊക്കെ അവർ അലോയിൽ വരെ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. കൂടാതെ അതിൻ്റെ ബ്രേക്ക് പാഡ്, അതായത് ഡിസ്ക് ബ്രേക്കിൻ്റെ ആ ഇതിനകത്തൊക്കെ റെഡ് കളറ് അവർ ആഡ് ചെയ്തിട്ടുണ്ട്. സസ്പെൻഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 140 വർഷം പഴക്കമുള്ളൊരു കമ്പനിയാണ് ബിൽസ്റ്റൺ എന്ന് പറയുന്നത്. ആ ബിൽസ്റ്റൻ്റെ സസ്പെൻഷനാണ് നമ്മുടെ ഈ നിസാൻ പെട്രോൾ നിസ്മോയിൽ കമ്പനി ആഡ് ചെയ്തിരിക്കുന്നത്. 1950 മോണോട്യൂബ് ഗ്യാസ് പ്രഷർ ഷോക്ക് അബ്സോർവർ നിർമ്മിക്കുകയും ചെയ്തു. ആദ്യമായി അത് വന്നത് മെഴ്സിഡീസ് ബെൻസിൻ്റെ വാഹനങ്ങളിലാണ്. 1957 ഇറങ്ങിയ മെഴ്സിഡീസ് ബെൻസിൻ്റെ ഉള്ള വാഹനങ്ങളിലാണ് ആദ്യമായി ബിൽസ്റ്റൻ്റെ സസ്പെൻഷൻ വന്നത്. ആ ഒരു ടൈമിൽ ഇറങ്ങിയ ആ ഒരു സസ്പെൻഷൻ്റെ ആ ഒരു ഇത് ഇപ്പോഴും, അതായത് നമ്മുടെ സ്പോർട്സ് കാറിൽ ഏറ്റവും ടോപ്പായിട്ട് നിൽക്കുന്ന ബുഗാട്ടി വെയ്റോൺ, ലംബോർഗിനി ഗലാഡോ, പോർഷെ 911 എന്നീ അത്യാവശ്യം സ്പോർട്സ് കാറുകൾ, അത്യാവശ്യം ഏറ്റവും മുൻനിരയിൽ നിൽക്കുന്ന സ്പോർട്സ് കാറുകളടക്കം ഇപ്പോഴും ബിൽസ്റ്റൻ്റെ സസ്പെൻഷനാണ് ഉപയോഗിക്കുന്നത്. അത്രയ്ക്ക് സ്റ്റെബിലിറ്റി, അതായത് അതാണ് അത്രയ്ക്ക് സ്പെഷ്യാലിറ്റിയാണ്, അത്രയ്ക്ക് നല്ലൊരു ഇതായതുകൊണ്ടാണ് ഇപ്പോഴും ഈ ഒരു ഇത്രയും വില കൂടി ഇത്രയും സ്പോർട്സ് കാറുകളെല്ലാം ഈ ഒരു ബിൽസ്റ്റൻ്റെ സസ്പെൻഷൻ ഉപയോഗിക്കുന്നത്. സെയിം കമ്പനിയുടെ സസ്പെൻഷനാണ് നമ്മുടെ ഈ നിസ്മോയിലും വരുന്നത്. അത് ഇതിൻ്റെ പെർഫോമൻസിനെയും അതിൻ്റെ സ്റ്റെബിലിറ്റി കാര്യങ്ങൾ, റൈഡിങ് കംഫർട്ട് കാര്യങ്ങളെല്ലാം ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. പിന്നെ നമ്മുടെ നിസ്മോയുടെ ഹൃദയത്തിലേക്ക് വരുവാണെങ്കിൽ ഇതിനകത്ത് വരുന്നത് ഒരു V8 എഞ്ചിനാണ്. അതായത് ഒരു 428 ഹോഴ്സ് പവറും 560 എണ്ണം ടോർക്കും നൽകുന്ന ഒരു V8 എഞ്ചിനാണ് ഇതിനകത്ത് വരുന്നത്. ഈ എഞ്ചിനൊരു പ്രത്യേകതയുണ്ട്, അതായത് തക്മി ട്യൂൺഡ് ആയിട്ടുള്ള ഒരു V8 എഞ്ചിനാണിത്. ആ തക്മി എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് നിസാൻ മോട്ടോർ സ്പോർട്സിനകത്ത് ഇവരുടെ ഈ എഞ്ചിനെല്ലാം ഹാൻഡ് മെയ്ഡ് എഞ്ചിനാണ് വരുന്നത്. ആ ഒരു ഇവരുടെ വലിയ ഷോറൂമുണ്ട് യോക്കോഹാമയിലുള്ള ഒരു വലിയ നിസാൻ്റെ ഫാക്ടറിയിൽ 4 പേരാണ് തക്മി എന്ന് പറഞ്ഞ് അറിയപ്പെടുന്നത്. അതായത് ഈ ഒരു ഇതിൽ ഏറ്റവും സ്കിൽഡായിട്ടും ഏറ്റവും കൂടുതൽ ഇതിനകത്ത് അഗ്രഗണ്യരായിട്ടുള്ള ആൾക്കാരാണ് ഈ തക്മി എന്നവർ വിളിക്കുന്നത്. അവരുടെ മേൽനോട്ടത്തിൽ, അല്ലെങ്കിൽ ഈ 4 പേരിൽ ഒരാളുടെ മേൽനോട്ടത്തിൽ നിർമ്മിക്കുന്ന എഞ്ചിനാണ് എല്ലാ നിസ്മോയിലും വരുന്നത്. അങ്ങനെ അവരിൽ ഒരാളുടെ മേൽനോട്ടത്തിൽ വന്നിരിക്കുന്ന ഒരു എഞ്ചിൻ തന്നെയാണ് ഈ ഇരിക്കുന്നതും എന്ന് നമുക്ക് പറയാം. അതിൽ അവർ നമ്മുടെ നിസ്മോയുടെ എംബ്ലവും ആ ഒരു കവറും കാര്യങ്ങളൊക്കെ കൊടുത്ത് കുറച്ചും കൂടെ ഭംഗിയായിരിക്കും. നോർമൽ നിസാൻ പെട്രോൾ, അതായത് സ്റ്റാൻഡേർഡ് നിസാൻ പെട്രോൾ 400 ഹോഴ്സ് പവറാണ് എൻജിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് വരുന്നതെങ്കിൽ ഇതിനകത്ത് വരുമ്പോൾ 428 ഹോഴ്സ് പവറാണ് ഇതിൻ്റെ എൻജിൻ ഡിസ്പ്ലേസ്മെൻറ്റ് വരുന്നത്. അത് ആ ഒരു ഇതിൻ്റെ ടൂണിങ്ങും കാര്യങ്ങളിൽ നിന്ന് വന്ന വ്യത്യാസമാണ്. അങ്ങനെ ഇതിൻ്റെ ഓരോ എലമെൻറ്റിലും അതിൻ്റേതായ പ്രത്യേകതകൾ ഒളിപ്പിച്ച് വെച്ചിട്ടാണ് നിസാൻ പെട്രോൾ നിസ്മോ ഈ വാഹനം ഇറക്കിയിരിക്കുന്നത്. പക്ഷേ ഇതിൽ കൂടുതലായിട്ട് ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെന്നൊക്കെ തോന്നുന്നിട്ടുണ്ട്. കാരണം ഇതിൻ്റെ ഒരു ലക്ഷറി, അതായത് പെർഫോമൻസ് ബ്രാൻഡായിട്ട് തന്നെ നിസാൻ നടത്തുമ്പോൾ, അതായത് മെഴ്സിഡീസ് ബെൻസിനെ AMG അങ്ങനെയുള്ള ഇതിലൊക്കെ കമ്പയർ ചെയ്യുമ്പോഴത്തേന് ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ കൂടെ അവർക്ക് ആഡ് ചെയ്യാമായിരുന്നു എന്നൊരു തോന്നൽ ഇപ്പോഴും എനിക്ക് തോന്നുന്നുണ്ട്, എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. കാരണം ഇതിനകത്ത് വരുന്ന വ്യത്യാസം എന്ന് പറയുന്നത് ഇതിൻ്റെ ബോഡി ഷേപ്പിൽ ബോഡി കിറ്റ് വന്നിട്ടുണ്ട്, എൻജിനകത്ത് ഇങ്ങനൊരു ഇത്, പിന്നെ ഇൻറ്റീരിയറിൽ വന്നിരിക്കുന്ന മാറ്റം, ഇതൊക്കെയാണ് ഇതിനകത്ത് മെയിനായിട്ട് നിസ്മോ ഉൾപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ. ഇത് കൂടാതെ ഇതൊക്കെ ഇപ്പം ഇൻറ്റീരിയർ കാര്യങ്ങളും ഈ ബോഡി കിറ്റ് കാര്യങ്ങളിലെല്ലാം അതിപ്പം ആഫ്റ്റർ മാർക്കറ്റിലാണെങ്കിൽ നമുക്കൊരു സ്റ്റാൻഡേർഡ് നിസാൻ പെട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യങ്ങളേ ഉള്ളൂ. പക്ഷെ അതിൽ നിന്ന് നല്ല വ്യത്യസ്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ഇവർക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാമായിരുന്നു. ഇതാണ് ഇതിന് കീ വരുന്നത്. ഇതിനകത്ത് മറ്റേ അലാറത്തിൻ്റെ ബൂട്ട് ഓപ്പൺ ചെയ്യേണ്ട അൺലോക്ക്, ലോക്ക്, പിന്നെ ഇഗ്നിഷൻ്റെ ഇത്
ഇത്രയാണ് ഇതിൻ്റെ കീ വരുന്നത്. അത്യാവശ്യം വലിയ കുഴപ്പമില്ല, നോർമൽ സ്റ്റാൻഡേർഡ് പാട്രോളിൻ്റെ കീയും ഇതുപോലെ തന്നെയാണ് ഇരിക്കുന്നത്. നമുക്കിത് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അതിന് ലോക്ക് നിൽക്കുക, എന്നിട്ട് ഇത് ഞെക്കി പിടിക്കുക. ആ ഒരു V8ൻ്റെ ഗർജനം കണ്ടു. അതായത് അത്യാവശ്യം പെർഫോമൻസ് ബേസിൽ വരുന്നൊരു വാഹനമായതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള സൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് ഇതിൻ്റെ എൻജിൻ്റെ സൗണ്ട് വരുന്നത്. ഈ ഷോറൂമിനകത്തായതുകൊണ്ട് ഇതിനകത്ത് അത്യാവശ്യം നല്ല രീതിയിൽ എക്കോ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എൻജിൻ ഐഡിലായിട്ടുണ്ട്. ഒരുപാട് ടൈമൊന്നും എടുത്തില്ല എൻജിൻ ഐഡിലാവാനായിട്ട്. ഒരു മാക്സിമം ഒരു 15 സെക്കൻഡ് അതിനുള്ളിൽ എൻജിൻ ഐഡിലായി. വളരെ സൈലൻ്റായിട്ട് മാറിയിട്ടൊന്നുമില്ല. എന്നിരുന്നാലും ആ ഒരു ഗർജനം അങ്ങ് മാറി. സൈഡിൽ വരുവാണെങ്കിൽ അത്യാവശ്യം വലിയ മാറ്റങ്ങളൊന്നുമില്ല സ്റ്റാൻഡേർഡ് പാട്രോളിൽ നിന്ന്. പിന്നെ പിൻഭാഗത്തേക്ക് വരുമ്പോഴത്തേനും എന്ത് ചെയ്യും, നമുക്കൊരു കിടിലൻ സ്പോയിലർ കാര്യങ്ങളൊക്കെ കാണാം. അത് ആ എയറോഡൈനാമിക് ആ ഒരു ഇതിന് വേണ്ടിയിട്ടൊക്കെ ആയിട്ട് കമ്പനി കൊടുത്തിരിക്കുന്നതാണ്. ആ സ്പോയിലറും അത്യാവശ്യം ബ്ലാക്ക് പെയിൻറ്റഡ് ആണ്. ബ്ലാക്ക് കളറിലാണ് ആ സ്പോയിലറും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. ഇത് ഈ ഒരു സ്പോയിലർ ഇതിനകത്ത് നിസ്മോയ്ക്കകത്ത് മാത്രം വരുന്നതാണ്. മറ്റേ സ്റ്റാൻഡേർഡ് പാട്രോളിൽ വരുന്ന സ്പോയിലർ കാണാം. ഇതുപോലൊന്നുമല്ല, അതൊരു ജസ്റ്റ് ഒരു സ്പോയിലർ എന്ന് പറയാൻ പറ്റുള്ളൂ. അത് കണ്ടോ, വേറെ അതിനകത്ത് വലിയ അലങ്കാരങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. ഇതാണ് സ്റ്റാൻഡേർഡ് പാട്രോളിനകത്ത് വരുന്ന സ്പോയിലർ. പക്ഷേ അത് നിസ്മോയിൽ വരുമ്പോൾ നേരെ നടുക്കൂടെ ഒരു കട്ട് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ എന്തുകൊണ്ട് പറഞ്ഞ പോലെ തന്നെ ക്രോമിയത്തിൻ്റെ എലമെൻറ്റ്സ് എല്ലാം ഡാർക്ക് ക്രോമിലേക്ക് അവർ മാറ്റി. പിന്നെ ബോട്ടിൽ ഇതേണ്ട നമ്മുടെ നിസ്മോ എന്ന് പറഞ്ഞ ആ ഒരു എഴുത്ത്, ആ ഒരു ബാഡ്ജിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നു. പിന്നെ ഇതിൻ്റെ ബമ്പറിലാണ് ഇതിൻ്റെ ബാക്കി പ്രത്യേകത വരുന്നത്. അതും അത്യാവശ്യം നല്ല സ്റ്റൈലിഷ് ആയിട്ട് അവർ നിസ്മോയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ബ്ലാക്ക് ആൻഡ് റെഡ് എലമെൻറ്റ് അത് ആ ഒരു മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നു. പിന്നെ ഇത് കണ്ട് 2 എക്സോസ്റ്റിൻ്റെ ഇത് കാണാം. 2 എണ്ണം കാണുമ്പോൾ ഇതിൻ്റെ 2 എണ്ണം വർക്ക് ചെയ്യുന്നൊന്നും ഓർക്കണ്ട. ഇതിനകത്ത് ഒറ്റ എക്സോസ്റ്റേ ഉള്ളൂ. ഇത് 2 ഡമ്മിയാണ്. ഇതിനകത്ത് പ്രത്യേകിച്ചൊന്നുമില്ല, ജസ്റ്റ് ഒരു ഷോയ്ക്ക് വേണ്ടി വെച്ചേക്കുന്നതേ ഉള്ളൂ. ഇതുകൊണ്ടൊക്കെയാണ് നമുക്ക് ഇതിനകത്ത് ഇനിയും കൂടുതൽ കാര്യങ്ങൾ നിസാൻ മോട്ടോർ സ്പോർട്ടിന് ആഡ് ചെയ്യാമായിരുന്നു എന്ന് തോന്നുന്നത്. പിന്നെ പറയേണ്ടത് ഒരു കാര്യം ഇതാണ് F1 കാർ റേസിനകത്തൊക്കെ ഉള്ള ആ ഒരു ലൈറ്റ്. നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ നേരത്തെ ആ ഒരു ടൈമിൽ ഒരിടയ്ക്ക് ഇതൊരു ട്രെൻഡിങ് ആയിരുന്നല്ലോ. എല്ലാവരുടെയും വണ്ടിയുടെ അടിയിൽ ഈ ഒരു ലൈറ്റ് കാണുമായിരുന്നു. ഇപ്പം നമ്മുടെ MVD സംഭവിക്കാത്തതുകൊണ്ട് കുറവാണ്. എന്നാലും അത്യാവശ്യം മോഡിഫൈ ഒക്കെ ചെയ്ത് നടക്കുന്ന ആൾക്കാരുടെ കയ്യിൽ ഈ ഒരു ലൈറ്റുണ്ട്. പക്ഷേ ഇതിനകത്ത് കറക്റ്റ് 7 എണ്ണം ആട്ടോ ഉള്ളത്. അതായത് ആ F1-നകത്തുള്ള ആ ഒരു അതേ കണക്കാണ് ഇതിനകത്ത് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. 7 LED ആണ് ഇതിനകത്തുള്ളത്. പിന്നെ ഇതിൻ്റെ എക്സോസ്റ്റ് ഒരെണ്ണേ ഉള്ളൂ. അത് വേണ്ട ആ മുകളിലേക്ക് ഇരിക്കുന്നതാണ്. വേറെ ഇതായിട്ടുള്ള എക്സോസ്റ്റ് ഡ്യുവൽ എക്സോസ്റ്റ് കാര്യങ്ങളൊന്നുമില്ല. ബാക്കി ഇതേണ്ട ഈ തുളയൊക്കെ വെറും ഡമ്മിയാണ്. പിന്നെ ഇതിൻ്റെ സസ്പെൻഷൻ നേണ്ട പുറകിലും വിൽസ്റ്റൻ്റെ സസ്പെൻഷനാണ് വന്നിരിക്കുന്നത്. അതിന് റെഡ് കളറാണുള്ളത്. അത്യാവശ്യം റെഡും ബ്ലാക്കും കോമ്പിനേഷൻ നമുക്ക് എവിടെ നോക്കിയാലും കാണാം. അതിപ്പോൾ ഇൻറ്റീരിയറിൽ കയറി കഴിഞ്ഞാലും നമുക്ക് ആ ഒരു റെഡും ബ്ലാക്കും കോമ്പിനേഷൻ നമുക്ക് കാണാൻ പറ്റും. അതിപ്പം സീറ്റിൻ്റെ അടുത്ത് വരുവാണെങ്കിലും വേണ്ട ഡോർ പാഡിലാണെങ്കിലും ഇൻറ്റീരിയർ ഫുള്ളൊരു റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിലാണ്. പിന്നെ ഇതിൻ്റെ സീറ്റിനെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള സീറ്റാണ് വന്നിരിക്കുന്നത്. അതും സ്റ്റാൻഡേർഡ് പാട്രോളിൽ നിന്നുള്ള വ്യത്യാസമാണ്. നല്ല കംഫർട്ട് കാര്യങ്ങളൊക്കെ ഇത് ചെയ്യാനായിട്ട് കിടിലമായിട്ടുള്ള ഫാബ്രിക്കും ലെതറും ഇതൊക്കെ ആയിട്ട് ആഡ് ചെയ്തൊരു സീറ്റാണ്. അതും വെൻറ്റിലേറ്റഡ് ആണ്. നമുക്ക് ചൂടാക്കാനും തണുപ്പിക്കാനും ഒക്കെ പറ്റുന്ന രീതിയിലാണ് അതിൻ്റെ സീറ്റ് കാര്യങ്ങളൊക്കെ ഇത് ചെയ്യുന്നത്. പിന്നെ എവിടെ നോക്കിയാലും നമുക്ക് ആ ഒരു കാർബൺ ഫൈബറിൻ്റെ എലമെൻറ്റും ലെതറിനകത്ത് ആ ഒരു റെഡ് കളർ സ്റ്റിച്ചിങ് നമുക്ക് എവിടെ നോക്കിയാലും ഈ വണ്ടിക്കകത്ത് കാണാൻ പറ്റും. അതിപ്പോൾ ഡോർ പാഡിലും എല്ലായിടത്തും, അത് ഹാൻഡിൽ ബാറിനകത്തെല്ലാം. അതൊക്കെ ഇതിൻ്റെ ഇൻറ്റീരിയറിനെ വളരെയധികം ഭംഗിയാക്കുന്നു എന്ന് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. അതെല്ലാ ഇതിലും അതിപ്പം ഇപ്പോൾ സീറ്റിൻ്റെ കാര്യത്തിലാണെങ്കിൽ എല്ലായിടത്തും കണ്ടോ നമുക്ക് അത്യാവശ്യം ആ ഒരു ലെതറിൻ്റെ ഇതും അതിനകത്തുള്ള റെഡ് കളർ സ്റ്റിച്ചിങ്ങും കാണാം. ഈവൻ നമ്മുടെ സ്റ്റിയറിംഗ് വീലാണെങ്കിലും വളരെ സ്റ്റൈലിഷ് ആയിട്ട് ആ കാർബൺ ഫൈബറിൻ്റെ ഇതും പിന്നെ ലെതറിൻ്റെ ഇതും അതിനകത്ത് ഇതേണ്ട റെഡ് കളർ സ്റ്റിച്ചും കാര്യങ്ങളെല്ലാം കൊടുത്തിരിക്കും. ഇതെല്ലാം സ്റ്റിയറിംഗ് വീലിനെ മറ്റേ സ്റ്റാൻഡേർഡ് പെട്രോളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നടത്തുന്ന കാര്യങ്ങളാണ്. ഡോറിൻ്റെ ഒരു കാര്യം പറയാനായിട്ട് തന്നെ നമ്മളിപ്പം പുതിയ ഇറങ്ങിയ ആ ഒരു ലാൻഡ് ക്രൂയിസർ LC 300 നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു. അതിൻ്റെ അടിയിൽ വരെ അവർ ആ ഒരു GX-R അതായത് സെക്കൻഡ് വേരിയൻ്റ് ആയിട്ട് പോലും അതിൻ്റെ അടിയിൽ അവർ ആ ഒരു ലാൻഡ് ക്രൂയിസറിൻ്റെ ആ ഒരു പ്രൊജക്ഷൻ, അതായത് ഡോർ ഓപ്പൺ ചെയ്യുമ്പം കാണുന്ന ഒരു പ്രൊജക്ഷനൊക്കെ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് ഇത്രയും ലക്ഷറി എലമെൻ്റ് ആയിട്ടുള്ളൊരു വാഹനമായിട്ട് പോലും ഇതിനകത്ത് ആ ഒരു പ്രൊജക്ഷന് കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. എല്ലാം നോർമലായിട്ട് തന്നെയാണ്. അതായത് വേറെ ഇതുണ്ടോ ആ ഒരു ലൈറ്റ് അല്ലാണ്ട് വേറെ അതിനകത്ത് പ്രൊജക്ഷന് വേണ്ടിയിട്ട് അറ്റ്ലീസ്റ്റ് ഡ്രൈവർ സൈഡിലെങ്കിലും ഉണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷെ അതുപോലും നമ്മുടെ ഈ നിസാൻ പെട്രോൾ നെസ്മോയിൽ നമ്മൾ കാണുന്നില്ല.
പിന്നെ നമ്മൾ ചവിട്ടി കയറുമ്പോൾ മുതൽ പാട്രോൾ എന്നുള്ള ആ ഒരു ഇത് മാറ്റി നിസ്മോ എന്ന് പറഞ്ഞ ആ ഇതൊക്കെ കൊടുത്തിരിക്കുന്നത്. ഈവൻ നമ്മുടെ ചവിട്ടിയിൽ അതായത് മാറ്റിൽ വരെ ചെയ്യുന്നുണ്ട് നിസ്മോ എന്ന് പറഞ്ഞ ആ ഒരു ബാഡ്ജിങ് അവർ കൊടുക്കാൻ മറന്നിട്ടില്ല. അതായത് എല്ലാ എലമെൻറ്റിലും അവർ നമ്മൾ കയറിയിരിക്കുന്നതും നമ്മൾ പോകുന്നതെല്ലാം ഒരു നിസ്മോയിലാണ് എന്ന് ഓർമ്മിപ്പിക്കുന്ന രീതിയിലാണ് ഇതിനകത്ത് അത്യാവശ്യം കാര്യങ്ങളെല്ലാം കൊടുത്തിരിക്കുന്നത്. നമുക്ക് അതിനെ കയറി ഇരുന്നുള്ളൊരു വ്യൂ കാര്യങ്ങളൊക്കെ നോക്കാം. കയറി കഴിയുമ്പം പിടിച്ച് കയറാനായിട്ട് സ്റ്റാൻഡേർഡ് പെട്രോളിനകത്തുള്ള കാര്യങ്ങളൊക്കെ തന്നെ. പിന്നെ ഇതിനകത്ത് ഇച്ചിരി ഇതായിട്ട് വരുന്നത് നമ്മുടെ RPM മീറ്റർ കാര്യങ്ങളൊക്കെയാണ്. RPM കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത് റെഡ് കളറിലാണ്. ഫുള്ള് റെഡായിട്ടാണ് അതിൻ്റെ അകത്ത് ഇത് കൊടുത്തിരുന്നത്. നമ്മൾ ഓടിക്കുന്ന ആ ഒരു വണ്ടി ഒരു സ്പോർട്സ് കാർ ആണ് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്താനായിട്ടല്ല, ആ ഒരു ഇതിൻ്റെ ആ ഒരു ആംബിയൻസ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ റെഡ് കളർ കൊടുത്തിരിക്കുന്നത്. RPM റെഡ് ലൈൻ ചെയ്യുന്നത് 6100 തൊട്ടാണ് RPM റെഡ് ലൈൻ ചെയ്യുന്നത്. പിന്നെ ടോപ്പ് സ്പീഡ് ഇതിനകത്ത് കൊടുക്കുന്നത് 240 ആണ്. ഇതൊക്കെയാണ് സ്പീഡോമീറ്ററിൻ്റെ കാര്യങ്ങൾ. പിന്നെ പറയുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ എൻജിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ച് കണ്ടോ, അതിനകത്ത് ആ ഒരു റെഡ് കളർ കൊടുത്തിരിക്കുന്നു. പിന്നെ ചുറ്റും ആ ഒരു ബ്ലാക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നു. പിന്നെ ഇത് നമ്മുടെ സ്റ്റാൻഡേർഡ് പെട്രോളിനകത്തുള്ള പോലെ തന്നെ 2 ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നു. അതിനകത്തും അവർ ആ ഒരു ഇടയ്ക്കെല്ലാം ആ ഒരു കാർബൺ ഫൈബറിൻ്റെ ഇൻസേർട്ട് അത്യാവശ്യം നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ സെൻട്രൽ കൺസോളിൻ്റെ എല്ലാവരും അത്യാവശ്യം നല്ല രീതിയിൽ കാർബൺ ഫൈബറിൻ്റെ എലമെൻ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല അവിടെയും അവർ ചെയ്യേണ്ട ആ നിസ്മോ എന്ന് പറഞ്ഞ ആ ഒരു ലേബലിങ് കൊടുത്തിട്ടുണ്ട്. ഏറ്റവും പുതിയ ലാൻഡ് റോവർ ഡിഫൻഡറില്ലേ അതിനകത്ത് വരുന്ന അതേ സെറ്റപ്പാണ് അത് ഇതിനകത്തും കൊടുത്തിരിക്കുന്നു. അത് ഒറ്റ നോബിൽ നമുക്ക് വേണ്ട എത്ര സാധനങ്ങളുണ്ടെങ്കിലും നമുക്ക് വേണ്ട പുറയിലത്തെ വ്യൂ കാര്യങ്ങളെല്ലാം ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. പിന്നെ സ്റ്റാൻഡേർഡ് പെട്രോളിനകത്തുള്ള കാര്യം തന്നെയാണോ ഇത്, അതുകൊണ്ടാണ് എടുത്ത് പറയാത്തത്. ഇതിനകത്തുള്ള മിക്ക കാര്യങ്ങളും സ്റ്റാൻഡേർഡ് പെട്രോളിനകത്ത് നമ്മൾ നേരത്തെ ഒരു റിവ്യൂ ഇട്ടിട്ടുണ്ടായിരുന്നു, അതിനകത്തുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ചില കാര്യങ്ങളൊന്നും എടുത്ത് പറയാത്തത്. ഇതിനകത്തുള്ള സ്പെഷ്യാലിറ്റീസ് മാത്രമാണ് നമ്മൾ മെയിനായിട്ട് പറഞ്ഞിരിക്കുന്നത്. അത്യാവശ്യം നമ്മൾ സ്റ്റാൻഡേർഡ് പെട്രോളിൻ്റെ ഒരു ലെങ്തി ആയിട്ടുള്ളൊരു വീഡിയോ തന്നെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് പെട്രോളിൻ്റെ നമ്മൾ പോസ്റ്റ് ചെയ്തത്. അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പം അത് കണ്ടിട്ടില്ലാത്തവരെല്ലാം അത് കാണുക. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളെല്ലാം പറയാം. ബാക്കി കാര്യങ്ങൾ കൂൾ ബോക്സ് കാര്യങ്ങളെല്ലാം നോർമൽ ആ സ്റ്റാൻഡേർഡ് പെട്രോളിനകത്തുള്ള കാര്യങ്ങളൊക്കെ തന്നെ. ഇത്രയൊക്കെയാണ് കേട്ടോ നമ്മുടെ ആ ഒരു സ്റ്റാൻഡേർഡ് പെട്രോളിൽ നിന്ന് നമ്മുടെ ഈ ഒരു പെട്രോൾ നിസ്മോയെ വ്യത്യസ്തമാക്കുന്നത്. വലിയ കാര്യമായിട്ടുള്ള ഇതൊന്നുമില്ല ഇതിൻ്റെ. പിന്നെ എഞ്ചിൻ പെർഫോമൻസും കാര്യങ്ങളൊക്കെയാണ്. അത് നമുക്ക് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് അതിനെക്കുറിച്ച് അത്ര ഡീപ്പായിട്ട് പറയാൻ പറ്റുള്ളൂ. അത്യാവശ്യം നല്ല പവർഫുൾ ആയിട്ടുള്ള എഞ്ചിനുമാണ്, നല്ലൊരു പെർഫോമൻസ് തരുന്നൊരു എഞ്ചിനുമാണ്. അതിനകത്ത് സ്പെഷ്യലായിട്ട് സ്റ്റാൻഡേർഡ് പെട്രോളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വരുന്ന ഈ കാർബൺ ഫൈബറിൻ്റെ ഇൻസേർട്ട്, പിന്നെ ഈ ഒരു ലെതറിൻ്റെ കാര്യങ്ങൾ, ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന ആ ഒരു ലക്ഷറി എലമെൻസിൽ വന്നിരിക്കുന്ന വ്യത്യാസങ്ങളൊക്കെ, റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ, ഇതൊക്കെയാണ് ഇതിനകത്ത് ഇൻറ്റീരിയറിൽ വന്നേക്കുന്ന കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ. അത്യാവശ്യം നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്തിരിക്കുന്നു. ഇതൊക്കെയാണ് നിസാൻ പെട്രോൾ നിസ്മോയുടെ വിശേഷങ്ങൾ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ. സൈനിങ് ഓഫ് സച്ചു ഫ്രം ഹാൻഡ് ഓൺ വീൽസ്.